ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ, അതായത് ഇപ്പോൾ ഗില്ലി റിലീസ് ചെയ്യാൻ പോവുകയാണല്ലോ നാളെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഗില്ലി ഇതിന് മുമ്പ് റിലീസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ നാട്ടിലുള്ള പ്രിയമുതൻ വിജയ് ഫാൻസുകാർ ഇതിന് മുമ്പ് ഗില്ലി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗില്ലി അറിയാമല്ലോ, എല്ലാവരും കുറേ തവണ കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഞാനും കുഞ്ഞിലേ മുതലേ കണ്ട് ശരിക്കും തവണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഒരു 3-4 തവണ കണ്ടിട്ടുണ്ട്. വിജയണ്ണൻ്റെ ബർത്ത്ഡേയുടെ അന്നും ആ സമയത്ത് ഞാൻ ഈ സിനിമ വീണ്ടും കണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സമയത്ത് ആ കഴിഞ്ഞ ജൂലൈ സമയത്ത് പ്രിയമുതൻ നൻപൻസ് ഗില്ലി റിലീസ് നടത്തിയത്. അതിവിടെ എൻ്റെ വീടിൻ്റെ കുറച്ചടുത്തുള്ള അശ്വതി തിയേറ്ററിലാണ് റിലീസ് ചെയ്തത്. പള്ളിച്ചലുള്ള അപ്പോഴേ എനിക്ക് ആ സമയത്ത് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. കാരണം ഗില്ലി ഇതുവരെയായിട്ടും ഫോണിലും ടി വിയിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഗില്ലി ഇതുവരെയായിട്ടും അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഒന്നാമത് വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ ഞാൻ ഈ സിനിമ കാണാൻ അന്ന് നമുക്ക് 7 മണി 8 മണി എന്തോ ആയിരുന്നു വെളുപ്പിന് ഷോ. അപ്പോൾ രാവിലെ ഷോ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന ഉടൻ തന്നെ ഫസ്റ്റ് എനിക്ക് ആ സമയത്ത് ലിയോ ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ലിയോയുടെ ഒരു ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു ചോക്ലേറ്റൊക്കെ തന്നു. അപ്പോൾ അപ്പോഴേ ഒരു വൈബായിരുന്നു. പിന്നെ ടിക്കറ്റ് എല്ലാം ആയി ഞാൻ തിയേറ്ററിൻ്റെ അകത്ത് കയറിയപ്പം ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഈ ലിയോയിലെ പാട്ടും അങ്ങനെ കുറേ അന്നെന്തോ DJ സെറ്റപ്പ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സിനിമ തുടങ്ങിയപ്പോഴേ സംഭവം അന്ന് റീമാസ്റ്ററൊന്നും ചെയ്തിട്ടില്ല. അന്ന് റിലീസ് ചെയ്ത സെയിം സംഭവം തന്നെയാണ്. പണ്ട് റിലീസ് ചെയ്ത സെയിം പ്രിൻ്റാണ് അവരിട്ടത്. പക്ഷെ എന്ത് പറയാം, പടം ഇപ്പോഴും നല്ലൊരു ക്വാളിറ്റിയാണ്. സൗണ്ടായാലും ഓരോ പാട്ട് വന്നാലും അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് കൊക്കരൊക്കെ വന്നപ്പോൾ തിയേറ്റർ ഭയങ്കര വൈബായിരുന്നു. അപ്പം ഞാൻ ആൾറെഡി ഈ ഒരു ഫീല് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു 4K വേർഷൻ, അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഞാൻ മാക്സിമം കാണാൻ തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇതുവരെയായിട്ടും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഇപ്പോൾ നമ്മളിവിടുത്തെ ഫേമസായ ഏരീസ് ഫ്ലക്സി വരെ ഉണ്ട്. ഏരീസ് ഫ്ലക്സിലൊക്കെ ടിക്കറ്റ് അപ്പം തന്നെ ഫുള്ളാണ്. 8 മണിക്കാണ് ഫാൻ ഷോ. ഫസ്റ്റ് ഷോ. അപ്പം എനിക്ക് അതുകൊണ്ട് വീണ്ടും കാണണമെന്ന് തന്നെ ഉണ്ട്. കാരണം ഈ ഒരു സിനിമയുടെ എന്ന് വെച്ചാൽ നമ്മൾ എത്ര കണ്ടാലും മടുക്കൂല. പിന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അതൊരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ ഞാൻ ഈ പറയണ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും ഈ സിനിമ ഇറങ്ങുമ്പോൾ പോയി കാണണം. കാരണം എനിക്കും ഫസ്റ്റ് തോന്നി ഇത് കുറേ തവണ കണ്ടിട്ടുള്ള സിനിമയിലേ പോകണോ. അപ്പോഴാണ് ഞാൻ ഈ ഫാൻസുകാർ റിലീസ് ചെയ്തപ്പോൾ പോയത്. അപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. എന്നുവെച്ചാൽ നമുക്ക് പുതിയ സിനിമയായിട്ട് തന്നെ തോന്നും. കാരണം സൗണ്ടായാലും ഇങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് വേറൊരു ഫീലാണ്. എന്നിട്ട് ഇതിന് ശേഷം പ്രിയമുതൻ നൻപൻസ് പോക്കിരി റിലീസ് ചെയ്തിരുന്നു. പക്ഷേ പോക്കിരിക്ക് പറ്റിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇവർക്കെന്തോ കിട്ടിയ പ്രിൻറ്റിൽ സൗണ്ട് ക്ലാരിറ്റി ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ കേൾക്കണമെല്ലാം ക്ലിയറായിട്ട് കേൾക്കാം, സൗണ്ട് ഭയങ്കര കുറവായിട്ട് ഒരു കൂട്ടി തന്നെ വെച്ചിട്ടുള്ള. പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ, സൗണ്ട് വലിയ ക്ലിയർ ഇല്ലായിരുന്നു. എങ്കിലും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഗില്ലിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. കാരണം പോക്കിരി നല്ലൊരു സിനിമയാണ്. പക്ഷേ ആ ഒരു പ്രിൻറ്റിൻ്റെ പ്രശ്നം കാരണം റിലീസ് ചെയ്തപ്പോൾ അതുകൊണ്ട് എനിക്ക് പോക്കിരിയും 4K റിലീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം പോക്കിരി ഇതുകൊണ്ട് എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. പിന്നെ ഗില്ലി ആയാലും ആ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ആ സമയത്ത് തിയേറ്ററിൽ പോയി തന്നെ ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ഗില്ലി എന്തായാലും ഞാൻ നിങ്ങളത് പറയണമെന്ന് വെച്ചാൽ എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം ഇതൊരു ഭയങ്കര ഭാഗ്യമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇങ്ങനെ 4K റിലീസ് ചെയ്യുമ്പോൾ ആരും ഇത് മിസ് ചെയ്യല്. കാരണം അത്ര റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്. അതിലെനിക്ക് തോന്നുന്നു ആ സമയത്ത് പടയപ്പയൊക്കെ പൊട്ടിച്ച് കളക്ഷൻ നേടിയ സിനിമയാണ്. പിന്നെ നമ്മുടെ തലപതി ഈ ഒരു ലെവലിൽ എത്തിക്കാൻ സഹായിച്ച ഒരു സിനിമയും കൂടി ആണ്. പിന്നെ 4K ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അറിയാമല്ലോ, അതിൻ്റെ ഒരു നല്ലൊരു രസവും കാണും. അപ്പോൾ എല്ലാവരും ഗില്ലി തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ശ്രമിക്കുക. എനിക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. മിക്കവാറും ഒരു പുതിയ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ കളക്ഷൻ കിട്ടണ പോലെ തന്നെ ആ ഒരു ലെവൽ കളക്ഷനൊന്നല്ല എങ്കിലും ഒരുവിധം കളക്ഷൻ കളക്ട് ചെയ്യും. കാരണം നമ്മളിവിടെ കുറച്ച് ഷോസേ ഉള്ളൂ എങ്കിലും ഉള്ള ഷോയൊക്കെ ഫുള്ളാണ്. ടിക്കറ്റ് കിട്ടാൻ ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ട്വിറ്ററിൽ എന്തോ കണ്ട് ഇപ്പോൾ ഈ അടുത്ത് റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടാൻ പോണ സിനിമ മിക്കവാറും ഗില്ലി ആയിരിക്കും എന്നത്. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.